ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാർക്കുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പറയണത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ പരിപാടി കൂടെ ഉണ്ട്. ഇന്നലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി സൺഡേ ആയിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പോകാൻ റെഡി ആവേണ്ട. അപ്പോൾ പാർക്കുട്ടിക്ക് ദോശ ഉണ്ട് കാലത്ത് കൊടുത്തു. അപ്പോൾ ദോശ ഞാൻ ഉണ്ടാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിട്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കാറ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അവൾക്ക് പതിവ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവളെ കുളിപ്പിക്കാനൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി. അത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ പൊട്ടൊക്കെ തൊട്ട് നമ്മുടെ കലാകാരിയാണെങ്കിൽ മോൻ കൊണ്ടിരിക്കുന്നു കേട്ടോ കുളി കഴിഞ്ഞ്. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങിയാണ്. നമ്മളിപ്പോൾ പറവൂർക്കാണ് പോണത്. പറവൂർ ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കേണ്ടോ. കൊച്ചാലാണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സൊക്കെ കയറി നേരെ പറവൂർക്ക്. അങ്ങനെ നമ്മൾ പറവൂരൊക്കെ എത്തിയിട്ട് പറവൂരെത്തിയത് ആ ഫ്രണ്ട്സൊക്കെ കണ്ടു. അവർ നമ്മുടെ പറവൂരിനൊക്കെ വന്നെടുത്ത് നമ്മളപ്പോൾ കടയിൽ കയറി നമുക്ക് കൊച്ചിന് കുറച്ച് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ കയറിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ഐറ്റംസ് എന്തെങ്കിലും ക്രാബ് ഇങ്ങനെ ഹെയർ ബാൻഡ് തലയിലൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ റേറ്റ് ഇത്തിരി ഇതായതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മൾ വീണ്ടും അവരുടെ വീട്ടിലേക്കുള്ള ബസ് കയറി നമ്മൾ ചക്കമശ്ശേരിയിൽ ഇറങ്ങിയിട്ടു. ചക്കമശ്ശേരിയിലാണ് അവരുടെ വീട്. എൻ്റെ അമ്മയുടെ വീടിൻ്റെ അതേ പ്ലേസ് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിലേക്ക് കയറി. അപ്പോൾ അവൾ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കണം. നമ്മൾ ഓട്ടോ ഒക്കെ ഇറങ്ങിയപ്പോൾ അവളുടെ കൊച്ചാണെങ്കിൽ ഉറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന സൗണ്ടൊക്കെ കേട്ട് ആൾ എണീറ്റു. അപ്പോൾ ആൾക്ക് ഉറക്കപ്പിച്ചതിൻ്റെതായ ഒരു അസ്വസ്ഥതയാണ്. കാരണം ഇന്നലെ രാത്രി 1 മണിയായി അവർ ഉറങ്ങിയപ്പോൾ. കാരണം 6 മണിക്കായിരുന്നു ഫംഗ്ഷൻ പരിപാടി, ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ പാർക്കുട്ടിയാണെങ്കിൽ കളിക്കാനായിട്ട് കട്ടിൽ കയറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവിടെ പാവക്കുട്ടി ഇഷ്ടമാതിരി കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാർക്കുട്ടി അവിടേക്ക് ഇന്ന് കളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്. അപ്പോൾ അവരുടെ അമ്മച്ചിയാണെങ്കിൽ അതൊക്കെ ഒതുക്കിച്ചിട്ട് നമ്മളോട് ഇരിക്കാൻ പറ്റും. നമ്മുടെ അനുവാണെങ്കിൽ അടുക്കളയിൽ നല്ല പണിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ആളിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അനുവിൻ്റെ ഹസ്ബൻഡ്. പാർക്കുട്ടിയാണെങ്കിൽ അവക്കിടെ ഒക്കെ തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് വെള്ളമൊക്കെ തന്നു. നമ്മളൊക്കെ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇതേ പാർക്കുട്ടി നമ്മുടെ നന്ദുചേട്ടൻ്റെ വരെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീണ്ടും സോഫയിലോട്ട് വന്നു. പാർക്കുട്ടിയാണെങ്കിൽ അവളെ കളിപ്പിക്കാനേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രസമായിരുന്നു കേട്ടോ ഗൈസ്. ഇവളേക്കാൾ ഒരു മാസത്തിന് മൂത്തതാണ് കേട്ടോ നമ്മുടെ അവൾ. നമുക്കിനി ജൂൺ 19 വരുമ്പോഴാണ് നമ്മുടെ പാർക്കുട്ടിക്ക് 1 വയസ്സാവുന്നത് കേട്ടോ. അങ്ങനെ പാർക്കുട്ടിയും അങ്ങനെ താഴെ ഇരുന്ന് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമാതിരി പാവക്കുട്ടിയും ബൊമ്മകളൊക്കെ ഉണ്ടത്. ഇപ്പോൾ വണ്ടി ജീപ്പൊക്കെ എടുത്തിട്ട് ഓടിച്ചിട്ട് കളിക്കുകയാണ്. അങ്ങനെ നമുക്ക് പാർക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ നേരം കേട്ടോ. അപ്പോൾ കഞ്ഞി നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവൾക്ക് മിക്സിയിലടിച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ. നമ്മുടെ വീട്ടിൽ റേഷനരി ആയതുകൊണ്ട് 2 വിസിലടിക്കുമ്പോൾ തന്നെ കുക്കറിലാണ് വേവിക്കാറ്. പായസം പോലെ അവനോട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. കാരണം ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസത്തെ എന്തെങ്കിലും ഞങ്ങൾ വരുമ്പോൾ വെക്കണമെന്ന്. പക്ഷേ ആൾ പറഞ്ഞു ഫുൾ ഫുഡും തീർന്നിട്ടുണ്ടായിരുന്നു, റൈസ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ നമുക്ക് വേണ്ടി മാത്രം ചിക്കൻ വാങ്ങിച്ച് കറി വെച്ചു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് അതിന് പാർക്കുട്ടിയുടെ ഒരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. അതായത് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് ഇറങ്ങണത്. അങ്ങനെ നമ്മൾ നേരെ വീണ്ടും പറവൂർ സ്റ്റാൻഡിലോട്ട് പോയി പാർക്കുട്ടിയിലെ അനന്തശൈലത്തിലോട്ട് കയറിയൊക്കെയാണ് ഗൈസ്. നമ്മൾ എന്നിട്ട് പറവൂർ സ്റ്റാൻഡിലെത്തിയിട്ട് ഷെയ്ക്ക് കുടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. 20 രൂപയ്ക്ക് നമുക്ക് ഷെയ്ക്ക് കിട്ടുന്ന കടയുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാൻഡിൻ്റെ. 2-3 കടകളുണ്ട്. നമ്മൾ ഇടയ്ക്ക് സ്ഥിരം കയറാറുള്ള കടകളാണ് ഇതൊക്കെ. 20 രൂപയ്ക്ക് ഷെയ്ക്ക് നല്ല ടേസ്റ്റാണ് കട. ഇതാണ്ട് ഷെയ്ക്ക്. ഞങ്ങൾ 3 പേരും ഷെയ്ക്ക് തട്ടി അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലോട്ട് വീണ്ടും നടന്നു. ബസ്സൊക്കെ കയറി. ഞാനപ്പോൾ എൻ്റെ വീട്ടിലോട്ടുള്ള ബസ് കയറി. അങ്ങനെ കൊച്ചാൽക്കുള്ള ബസ്സാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടോ. നമ്മൾ വഴിയിലോട്ട് ഇങ്ങനെ നടന്നത് ആ കാണുന്നതാട്ടോ എൻ്റെ വീട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടു. പാർക്കുട്ടിക്കാണെങ്കിൽ വൈകുന്നേരം അമ്മാമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കാലത്ത്. അതിനിങ്ങനെ ചെറുതായിട്ട് വായിൽ വെച്ച് കൊടുക്കണം. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം വൈകുന്നേരം ഞാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ കഞ്ഞി അല്ലാണ്ട്. പിന്നെ പാർക്കുട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉഷാറൊക്കെ എണീറ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിലിപ്പോൾ സമയത്താണ് ഇടി വെട്ടാൻ തുടങ്ങിയത്. ഇടി വെട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൾക്ക് പേടിയായി. അവൾ അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ കൊക്കത്ത് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. പേടിച്ചിട്ട് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ സൗണ്ട് കേട്ടിട്ട്. അങ്ങനെ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പാർക്കുട്ടിക്ക് നെക്സ്റ്റ് കഞ്ഞി റെഡിയായി. അങ്ങനെ പാർക്കുട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് അത്യാവശ്യം സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. അല്ല ഇന്ന് ഉച്ചക്ക് അധികം ഒന്നും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് പാർക്കുട്ടി കിടന്നുറങ്ങിയാൽ പറ്റട്ടെ.